പ്രിയപ്പെട്ടവരെ, കെ രാമൂർത്തി മാസ്റ്റർ അനുസ്മരണ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അധ്യക്ഷൻ കെ പി സാജു, കെ പി ആഷിം, സുരേന്ദ്രൻ മാസ്റ്റർ, സന്തോഷ് കണ്ണമ്പള്ളി, സി വി ജലീൽ മാസ്റ്റർ, രാജേഷ് താർ, വേദിയിലും ഇത് പുറത്തുമുള്ള മുഴുവൻ ആൾക്കാരും സ്വാഗതം പറയുകയാണ് എൻ്റെ ചടങ്ങ്. നമ്മുടെ രാമൂർത്തി മാസ്റ്റർ തൃപ്പങ്ങോട്ടൂർ കോൺഗ്രസിൻ്റെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ദീർഘകാല പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഒക്കെ ആയിരുന്ന രാമൂർത്തി മാസ്റ്ററുടെ ഓർമ്മ ദിനമാണ്. മണ്ഡലം പ്രസിഡൻ്റായി ഇരിക്കുന്ന സമയത്ത് ഈ കടവത്തൂരിലെ എല്ലാ ജനങ്ങളെയും ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിൽ ഇന്ന് സ്വാഗതം പറയുകയാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി വ്യത്യസ്ത മേഖലകൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അധ്യാപകർക്ക് മാതൃകാപരമായ, ഇപ്പോഴും അദ്ദേഹം പഠിപ്പിച്ച സ്കൂളിൽ അല്ലെങ്കിൽ ആ മേഖലയിൽ, സ്കൂളിൽ മാത്രമല്ല ആ നാട്ടിൽ പോകുമ്പോൾ പലരും നമ്മളോട് ചോദിക്കാറുള്ളത് രാമൂർത്തി മാസ്റ്ററുടെ നാട്ടുകാരനല്ലേ എന്നാണ്. ഇവിടെ നിന്നും കിലോമീറ്ററുകൾക്കപ്പുറം നടന്നുപോയി അധ്യാപനം നടത്തി സർവീസിൽ നിന്ന് തിരിച്ചു വന്നിട്ടും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മകൻ സജീവ മാഷ് അദ്ദേഹത്തെക്കാൾ കൂടുതൽ ആളുകളിലേക്ക് അവിടെ ഇറങ്ങി നിന്നു എന്നുള്ളതാണ്. അത്രയും ആളുകൾക്ക് രാമൂർത്തി മാഷ് എന്നുള്ളത്, കടവത്തൂർക്കാരൻ എന്ന് പറയുമ്പോൾ അത് രാമൂർത്തി മാഷിൻ്റെ നാട് എന്നുള്ള നിലയിലേക്ക് വളയം മേഖലയിലെ കോൺഗ്രസ്സുകാർ മാത്രമല്ല അവിടെയുള്ള എല്ലാ വിഭാഗം ആളുകളും അറിയപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അധ്യാപകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തോടൊപ്പം പലപ്പോഴും വളയം മേഖലയിൽ പോകുമ്പോൾ എത്രയോ ആളുകൾ ആദരവോടുകൂടി, പ്രായമായ ആളുകൾ, ഇദ്ദേഹം പഠിപ്പിച്ച പ്രായമായ ആളുകൾ, പ്രായം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നേക്കാൾ എൻ്റെ സമപ്രായക്കാർ അല്ലെങ്കിൽ അതിന് തൊട്ടു മുകളിലുള്ള ആളുകളൊക്കെ വളരെ ഭവ്യതയോടുകൂടി അദ്ദേഹത്തോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ വികാര പ്രകടനം ഒരുപക്ഷെ അധ്യാപകർക്ക് കിട്ടുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു കാര്യമാണ്. അങ്ങനെ അധ്യാപകൻ എന്നുള്ള നിലയിൽ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് ഒരു മികച്ച അധ്യാപകനായി അദ്ദേഹത്തിന് മാറാൻ സാധിച്ചു എന്നുള്ളത് വലിയ നേട്ടമായി ഞാൻ കരുതുകയാണ്. പൊതുപ്രവർത്തന രംഗത്ത് ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ തൃപ്പങ്ങോട്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അതോടൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ദീർഘകാലം ഒരുപക്ഷെ കടവത്തൂരും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പാർട്ടിയെ വളർത്തുന്നതിൽ നിർണായകമായ, പലപ്പോഴും പലതരത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് നിന്ന ഒരാളെന്നുള്ള നിലയിൽ ഒരു താങ്ങായി, ഒരു കൈത്താങ്ങായി അദ്ദേഹം എപ്പോഴും പാർട്ടി പ്രവർത്തകന്മാർക്കുണ്ടായിരുന്നു എന്നുള്ളത് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ രാഷ്ട്രീയക്കാർക്ക് എല്ലാവരുമായും സൗഹൃദ ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഒരു പൊതുപ്രവർത്തകൻ ആവുക എന്നുള്ളത് തന്നെ നമുക്ക് നിസ്സാരമാണ് എന്ന് തോന്നുമെങ്കിലും ഒരു നല്ല പൊതുപ്രവർത്തകനാവുക എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുള്ള കാര്യമാണ് എന്നുള്ളതാണ്. സ്വന്തം കുടുംബത്തെയും ജീവിതത്തെയും മറന്നുകൊണ്ടാണ് പല പൊതുപ്രവർത്തകരും, അതിന് അപവാദങ്ങളുണ്ടാകാം, പക്ഷെ അതിനപ്പുറം ഓരോ പൊതുപ്രവർത്തകനും, അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവനാകട്ടെ, ഓരോ പൊതുപ്രവർത്തകനും ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നത് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളാണ്. പലപ്പോഴും കുടുംബത്തെ മറന്നുകൊണ്ടുള്ള പൊതുപ്രവർത്തനമാണ് പലപ്പോഴും രാഷ്ട്രീയക്കാരൻ നടത്തേണ്ടി വരുന്നത്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനെ നമ്മൾ വിലയിരുത്തുമ്പോൾ വലിയ നല്ല ഗുണമുള്ള കാര്യമാണ് എന്നുള്ളതാണ് പരക്കെ പലരുടെയും ധാരണ. പക്ഷെ അനുഭവിക്കുന്ന പ്രയാസം ചെറുതായിരിക്കില്ല എന്നുള്ളത് പൊതുപ്രവർത്തനത്തിന് ഇറങ്ങുന്ന നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരാണ്.
അപ്പം അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തനം നയിക്കാൻ, വിജയകരമായി നയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ്. ചെറിയ പ്രതിസന്ധി ഒന്നും ആയിരിക്കില്ല. അത്തരം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് പ്രിയപ്പെട്ട രാമൂട്ടി മാഷക്ക് കടവത്തൂരും പരിസരങ്ങളിലും ജനങ്ങളുമായി അടുത്ത ബന്ധമുണ്ടാക്കാൻ, ആ കാലഘട്ടം എന്ന് പറയുന്നത് പലതരത്തിലുള്ള സംഘർഷങ്ങളുമുള്ള കാലഘട്ടമായിരുന്നു. ആ സംഘർഷങ്ങളൊക്കെ ഉള്ള കാലഘട്ടത്തിലും പാർട്ടിയെ കൃത്യമായി നയിക്കുന്നതിൽ അദ്ദേഹത്തിന് എല്ലാവരുമായി സൗഹൃദം സ്ഥാപിക്കുന്നതിനും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ പഞ്ചായത്ത് പ്രസിഡന്റായ ഒരുപക്ഷെ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം ദീർഘകാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച ഒരു പഞ്ചായത്ത് പിന്നീട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിലേക്ക് ഈ ഭരണം വന്നതിന് ശേഷം, ഞാനന്ന് രാമൂട്ടി മാഷ് പ്രസിഡൻ്റായിരിക്കുമ്പോൾ ഞാനന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ്. ഒരുപക്ഷെ തൃപ്പങ്കോട്ടൂർ പഞ്ചായത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വന്ന ഏറ്റവും മികച്ച കാലഘട്ടം എന്ന് പറയുന്നത് ആ കാലഘട്ടമായിരുന്നു എന്ന് ഞാനിപ്പോഴും ഓർക്കുകയാണ്. എല്ലാത്തിലും ഇടപെട്ടുകൊണ്ട് നാടിൻ്റെ മാറ്റത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്താൻ അദ്ദേഹം ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരിക്കുമ്പോൾ സാധിച്ചിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഇപ്പോൾ തൃപ്പങ്കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം മികച്ച ഒരു ഭരണാധികാരിയായിരുന്നു എന്നുള്ളത് പറയാതെ കടന്നു പോകാൻ കഴിയില്ല. സഹകരണ മേഖല, കടവത്തൂർ കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റിയുടെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് ആ സഹകരണ സംഘം രൂപീകരിച്ചിട്ടുള്ളത്. ആ സഹകരണ സംഘത്തെ മികച്ച രീതിയിൽ എത്തിക്കുന്നതിൽ അദ്ദേഹം മരിക്കുന്നത് വരെ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു. മികച്ച രീതിയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിൽ, ഒരുപാട് ആളുകൾക്ക് ജോലി കൊടുക്കാൻ, നാടിൻ്റെ പല കാര്യങ്ങളിലും ഇടപെടാൻ സാധിക്കാവുന്ന തരത്തിൽ കടവത്തൂർ അർബൻ സഹകരണ സംഘത്തെ നയിക്കുന്നതിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ആ ഒരു മികച്ച സഹകാരി എന്നുള്ള നിലയിലുള്ള പ്രവർത്തനം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ പ്രവർത്തിച്ച എല്ലാ മേഖലയിലും രാമൂട്ടി മാഷ് കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അദ്ദേഹം പ്രവർത്തിച്ച മേഖലകളെ വിലയിരുത്തിക്കൊണ്ട് ഇവിടെ സംസാരിച്ചത്. ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ ഞാൻ എപ്പോഴും രാമൂട്ടി മാഷെ ഒരു മാതൃകാപരമായ കുടുംബനാഥൻ എന്നാണ് എനിക്കെപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നാറുള്ളത്. അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ അദ്ദേഹം റിട്ടയർമെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളെയൊക്കെ കൃത്യമായ സ്ഥാനങ്ങളിൽ ഒരു ഐഡിയയോടുകൂടി, കൃത്യമായ ഒരു എന്താ പറയുക, ശരിയായ ഒരു വിലയിരുത്തലുകളോടുകൂടി ഓരോരുത്തരെയും അദ്ദേഹം കൃത്യമായ സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാൻ, അവരുടെ സ്ഥാനം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളിൽ എത്തിക്കാൻ പ്രിയപ്പെട്ട രാമൂട്ടി മാഷ് കാണിച്ചിട്ടുള്ള ആ ഒരു കാര്യം, ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അല്പം അത് നമ്മൾക്ക് നമ്മുടെ നിയന്ത്രണത്തിനപ്പുറമുള്ള ചില കാര്യങ്ങൾ കൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടായി എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെതായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് കുടുംബത്തിന് ഒരിക്കലും ഒരു പ്രയാസമുണ്ടായി എന്ന് ഞാൻ കരുതുന്നില്ല. അത്രയും മികച്ച രീതിയിൽ കുടുംബത്തെ കൊണ്ടുപോകാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് എന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിലയിരുത്തൽ. തീർച്ചയായും ഒരു മികച്ച, ഒരു മാതൃകാപരമായ കുടുംബജീവിതം നയിച്ച മനുഷ്യനായിരുന്നു പ്രിയപ്പെട്ട രാമൂട്ടി മാഷ്. അപ്പോൾ എല്ലാ മേഖലയിലും അദ്ദേഹത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ പൂർണ്ണമായും വലിയ ഒരു നേതൃത്വ തലങ്ങളിലേക്ക് എത്തിയില്ലെങ്കിലും അദ്ദേഹം പ്രവർത്തിച്ച എല്ലാ മണ്ഡലങ്ങളിലും അദ്ദേഹം മികച്ച രീതിയിൽ ജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു മനുഷ്യന് കിട്ടുന്ന അഭിമാനകരമായ കാര്യമാണ്. എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. നമ്മുടെയൊക്കെ ഇടയിൽ നിന്നും ഒരുപാട് ആളുകൾ മൺമറഞ്ഞു പോയിട്ടുണ്ട്. എല്ലാ ആളുകളെക്കുറിച്ചും നമുക്ക് ഇതുപോലെ പറയാൻ സാധിക്കില്ല. അപൂർവം ആളുകളെക്കുറിച്ച് മാത്രമേ നമുക്ക് ഇതുപോലെ സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത്തരത്തിൽ അപൂർവമായി സംസാരിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് പ്രിയപ്പെട്ട രാമൂട്ടി മാഷ്. അദ്ദേഹം ഒരു സഹപ്രവർത്തകൻ, ഒരുപാട് കാലം ഒരുമിച്ച് നിന്ന് തോളോട് തോൾ ചേർന്ന്, പ്രായത്തിലേറെ വ്യത്യാസമുണ്ടെങ്കിലും തോളോട് തോൾ ചേർന്നുകൊണ്ട് പാർട്ടി പ്രവർത്തനവും സാമൂഹ്യ പ്രവർത്തനവും എല്ലാ പ്രവർത്തനങ്ങളിലും ഒരുമിച്ച്, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തന്നെ, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ വീട്ടിൽ വന്ന് അക്കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ ദിനത്തിലാണ് നമ്മൾ ഇതുപോലെ ഇവിടെ കൂടിയിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റാവുന്ന
ഏറ്റവും നല്ല ഒരു കാര്യവും അതാണ്. ഒരു മനുഷ്യനെ വിലയിരുത്തുന്നത് എപ്പോഴും മരണശേഷമാണ് എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ മരണശേഷമാണ് ഓരോ മനുഷ്യനെയും വിലയിരുത്തപ്പെടുക. ഞാനത് ആലോചിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി ഒരുപക്ഷെ ജീവിച്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയേക്കാൾ ആളുകളുടെ ഹൃദയത്തിൽ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ചതിനും അപ്പുറമുള്ള ഒരു വലിയ ഉയരങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൽ ദർശിക്കാത്ത അത്രയും വലിയ ഉയരം നമ്മൾ മരണശേഷം കണ്ടതാണ്. ആളുകളുടെ ഹൃദയത്തിൽ ജീവിക്കുക എന്നുള്ളത് അപൂർവം ആളുകൾക്ക് കിട്ടുന്ന ഒരു വലിയ കാര്യമാണ്. അങ്ങനെ ഹൃദയങ്ങളിലേക്ക് ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഓരോ പൊതുപ്രവർത്തകനും തങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. ഒരു പൊതുപ്രവർത്തകന് മാതൃകാപരമായ ജീവിതം നയിച്ച രാമൂട്ടി മാഷെ ശരിക്കും മാതൃകയായി മുന്നോട്ട് പോകാൻ സാധിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ഈ ചടങ്ങിൽ സംബന്ധിച്ച മുഴുവൻ ആളുകൾക്കും ഒരുപക്ഷെ എന്നേക്കാൾ നന്നായി രാമൂട്ടി മാസ്റ്റർ അറിയുകയും രാമൂട്ടി മാസ്റ്റർ വിലയിരുത്താൻ സന്ദർഭം ലഭിക്കുകയും ചെയ്ത വ്യക്തികളാണ്. എനിക്ക് രാമൂട്ടി മാസ്റ്ററുമായിട്ടുള്ള ബന്ധം, ഞാൻ വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയ പ്രവർത്തകനായി പാനൂരിലും ഈ കടവത്തൂർ പ്രദേശത്തൊക്കെ തന്നെ വരുന്ന ആ കാലഘട്ടത്തിൽ തന്നെ എനിക്ക് അദ്ദേഹമായിട്ട് അറിയാത്ത ഒരാത്മബന്ധമെന്ന് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് 1984 ഞാൻ ആദ്യമായിട്ട് കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വന്ന ആ കാലഘട്ടം തുടങ്ങിയിട്ടാണ് അദ്ദേഹവുമായിട്ടുള്ള വ്യക്തിബന്ധം ഏറ്റവും അധികം വർദ്ധിക്കുകയും അത് രൂഢമൂലമാവുകയും ചെയ്തത്. ആ കാലയളവിലൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായിട്ട് പല രാത്രികളിലും എന്നെ കാണാനും രാഷ്ട്രീയ അഭിപ്രായങ്ങളൊക്കെ തന്നെ പങ്കുവെക്കാനും എൻ്റെ ചോമ്പാലിലെ വസതിയിലെത്തി ചേരാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളൊക്കെ തന്നെ വളരെ കൃത്യതയോടുകൂടിയായിരിക്കും. അദ്ദേഹത്തിന് ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് കിട്ടിയ അറിവായിരിക്കും അദ്ദേഹം പങ്കുവെക്കാൻ ആ രാത്രിയിൽ അദ്ദേഹം എത്താറുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം കേട്ടുകഴിഞ്ഞാൽ ഒരു പൊതുപ്രവർത്തന രൂപത്തിൽ എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കിട്ടുന്ന ഏറ്റവും നല്ല സന്ദർഭമായിട്ടാണ് ആ കൂടിക്കാഴ്ചകളെ ഞാൻ ഓർക്കാൻ ആഗ്രഹിക്കുന്നത്. പരിചയപ്പെട്ട ആളുകളുടെയൊക്കെ തന്നെ മനസ്സിൽ ഒരു ഇളകാത്ത പ്രതിഷ്ഠ പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചു എന്നത് എല്ലാവർക്കും അറിയാവുന്നൊരു പരമാർത്ഥമാണ്. അതുകൊണ്ട് തന്നെ ഒരാമുഖമോ പരിചയപ്പെടുത്തലോ ആവശ്യമില്ലാത്ത സവിശേഷമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹമെന്ന് പറയുന്നതിലും എനിക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യമുണ്ട്. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തൊക്കെ തന്നെ ദീർഘവർഷക്കാലത്തെ സജീവമായ സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട സാജു അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞത്, കടവത്തൂർ എന്ന ഒരു ദേശത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ അത് രാമൂട്ടി മാസ്റ്ററുടെ പേരുമായി ചേർന്ന് എല്ലാവരുടെയും മനസ്സുകളിൽ അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നൊരു പ്രദേശമായിട്ട് മാറിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതിലപ്പുറം ഒരു നാടുമായിട്ട് ഒരു ജനപ്രതിക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകന് അത്രയേറെ വൈകാരികമായിട്ട് ബന്ധപ്പെടാനോ നിറഞ്ഞു നിൽക്കാനോ സാധിക്കുന്ന അപൂർവമാണെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്, ഒരു പൊതുപ്രവർത്തകൻ്റെ മഹനീയമായ മാതൃക, ആ മാതൃക ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയലേശമന്യേ നമുക്ക് പറയാൻ സാധിക്കും, പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ തന്നെയാണ്. പിന്നെ അദ്ദേഹം ഒരുപാട് പദവികൾ അലങ്കരിക്കുകയുണ്ടായി. ആ അലങ്കരിച്ച പദവികളോടൊക്കെ തന്നെ അദ്ദേഹം 100% കൂറ് കാണിച്ചു, സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിച്ചു. അതാണ് അദ്ദേഹത്തെ മറ്റുള്ള ആളുകളിൽ നിന്നൊക്കെ തന്നെ വിഭിന്നനായി നിർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ആ പദവികൾ അലങ്കരിച്ച സമയത്തൊക്കെ തന്നെ രാഷ്ട്രീയ പ്രതികൾക്ക് പോലും എന്തെങ്കിലും പരാതികളോ പരിഭവമില്ലാത്ത രൂപത്തിൽ
അവരുടെയൊക്കെ തന്നെ വിശ്വാസം അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചു എന്ന് പറഞ്ഞതും നമുക്ക് ലാഘവ ബുദ്ധിയോടുകൂടി നോക്കിക്കാണാൻ സാധിക്കുന്നൊരു കാര്യമല്ല. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, അദ്ദേഹം ഒരു മൾട്ടി ഫാസറ്റഡ് പേഴ്സണാലിറ്റി എന്ന് ഇംഗ്ലീഷിൽ പറയും. ഒരു ബഹുമുഖമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹം. 3 പതിറ്റാണ്ടിലേറെ കാലം അദ്ദേഹം എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അധ്യാപകനായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിദ്യാർത്ഥികളുടെ മാത്രമല്ല നാട്ടുകാരുടെയൊക്കെ തന്നെ സ്നേഹം അത് അളവറ്റ രൂപത്തിൽ തന്നെ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചു എന്നതും നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഞാൻ ഓർക്കുന്നു, വളയം UP സ്കൂൾ, ആ UP സ്കൂളിൽ 33 ദീർഘവർഷക്കാലമാണ് അദ്ദേഹം പ്രധാന അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചത്. ഞാനിപ്പോഴും വളയത്ത് പോകാറുണ്ട്. വളയത്ത് പോകുമ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം, വളയത്തെ ജനങ്ങളൊക്കെ തന്നെ ഇപ്പോഴും രാമൂട്ടി മാസ്റ്ററെ അനുസ്മരിക്കാറുണ്ട്. രാമൂട്ടി മാസ്റ്റർ എന്ന മനുഷ്യനെക്കുറിച്ച് അവരൊക്കെ തന്നെ നിർത്താതെ എന്നോട് സംസാരിക്കുന്ന കാര്യമൊക്കെ തന്നെ ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. പിന്നെ അധ്യാപനത്തെക്കുറിച്ച് അധ്യക്ഷൻ പറഞ്ഞതിനാണ് എനിക്ക് പറയാനുള്ളത്. അധ്യാപകൻ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, അധ്യാപക വൃത്തി എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ജോലി എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടും പറയാൻ സാധിക്കും, അത് അധ്യാപക ജോലിയാണ്. അധ്യാപക ജോലിക്കുപരിയായിട്ട് അത്രയും മഹത്വപൂർണ്ണമായ മറ്റെന്തെങ്കിലും ഒരു ജോലി എനിക്ക് നോക്കിക്കാണാൻ സാധിച്ചിട്ടില്ല എന്നാണ് പറയാനുള്ളത്. അദ്ദേഹം പഠിച്ചത് നമ്മുടെ തലശ്ശേരി BM ഹൈസ്കൂളിലായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു ഓർക്കുകയാണ്, മൂത്തകുന്നം SN ട്രെയിനിങ് കോളേജിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ അധ്യാപക പരിശീലനത്തിന് അവസരം സൃഷ്ടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് പോയത്. ആ സന്ദർഭത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് നമ്മളോടൊപ്പം ഇല്ലാത്ത മനുഷ്യൻ, ആ വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പലായിട്ട് അദ്ദേഹത്തിന് അന്ന് സേവനമനുഷ്ഠിച്ച് ആ വിദ്യാഭ്യാസം സ്ഥാപനത്തെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയത്. BM സ്കൂളിൽ തന്നെ ആ കാലത്ത് പ്രഗത്ഭരായ അധ്യാപകന്മാരുണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ സുകുമാർ അഴീക്കോടിനെ പോലെയുള്ള ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ഗുരുനാഥന്മാർ, അവരിൽ നിന്നൊക്കെ തന്നെ ഒരുപാട് സ്വാധീനം അദ്ദേഹത്തിന് സംശീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് അദ്ദേഹത്തെ മറ്റുള്ള ആളുകളിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ള അധ്യാപകനായിട്ട് അദ്ദേഹത്തെ മാറ്റിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയാം, എൻ്റെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളും അതുപോലെ എൻ്റെ മുന്നോട്ടുള്ള പ്രയാണമൊക്കെ തന്നെ ഞാൻ പലപ്പോഴും വിലയിരുത്താറുണ്ട്. ചോമ്പാലിലെ ലോവർ പ്രൈമറി സ്കൂൾ തുടങ്ങി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ പഠിച്ച് അത് കഴിഞ്ഞ് കാലിക്കറ്റ് ലോ കോളേജിൽ ആദ്യത്തെ ബാച്ച് വിദ്യാർത്ഥിയായിട്ട് പഠിക്കാൻ എനിക്ക് അവസരം ലഭിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തരായ ഏറ്റവും വിഖ്യാതരായ അധ്യാപകന്മാരായിരുന്നു എന്നെ പഠിപ്പിച്ചതെന്ന് ഞാൻ ഓർക്കുകയാണ്. ആ അധ്യാപകന്മാരൊക്കെ തന്നെ എൻ്റെ സ്വഭാവത്തെ, എൻ്റെ വീക്ഷണത്തെ, എൻ്റെ വളർച്ചയൊക്കെ തന്നെ വലിയ അളവോളം സഹായിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വിലയിരുത്താൻ സാധിക്കുമെങ്കിൽ ഒരു മികച്ച അധ്യാപകനായ ശ്രീ രാമൂട്ടി മാസ്റ്റർ 100 കണക്കിന് വിദ്യാർത്ഥികളെ ഭാവിയുടെ ഏറ്റവും മികച്ച സന്താനങ്ങളായിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പരിശ്രമിച്ച വസ്തുത നമുക്ക് മറക്കാൻ സാധ്യമല്ല. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ടീച്ചേഴ്സ് ആർ സൈക്കോളജിസ്റ്റ് ടു എന്നാണ് പറയാറ്. അധ്യാപകന്മാരെന്ന് പറയുന്നത് മനഃശാസ്ത്രജ്ഞന്മാർ കൂടിയാണ്, നിസ്സാരമായിട്ട് കാണാൻ സാധ്യമല്ല. ഒരു കുട്ടിയെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് ആ കുട്ടിയുടെ മനസ്സ് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു മനഃശാസ്ത്രജ്ഞനെ പോലെ ആ കുട്ടിയെ വിലയിരുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ ശക്തി, ആ കുട്ടിയുടെ ദൗർബല്യം അതൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് അതിനനുസൃതമായിട്ടുള്ള തീരുമാനമെടുത്തുകൊണ്ട് കുട്ടിയെ വളർത്തിയെടുക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, വർത്തമാനകാലത്ത് സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പ്, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തിൻ്റെ കണ്ണി എവിടെ വെച്ചോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ എന്നത് യാഥാർത്ഥ്യമായി എന്ന് പറയാതെ കടന്നു പോകാൻ വയ്യ. നമ്മുടെ വിദ്യാലയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വിദ്യാലയങ്ങൾ അച്ചടക്കമില്ല, അധ്യാപകന്മാരുടെ ബഹുമാനമില്ല. ഒരു നിസ്സാര കാര്യത്തിന് പോലും അധ്യാപകൻ ശാസിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപകരെ കൊണ്ട്
അദ്ദേഹം കുറ്റവാളിയായിട്ട് പ്രഖ്യാപിക്കുന്ന രൂപത്തിലുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഒറ്റക്കാര്യം കൊണ്ട് തന്നെ ആ വിദ്യാഭ്യാസ രംഗത്ത് കഴിഞ്ഞ കാലത്തെ പോലെ അതേത് വിദ്യാഭ്യാസ സ്ഥാപനമാകട്ടെ നമുക്ക് അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കുന്നില്ല. ആ കുട്ടികളെയൊക്കെ തന്നെ ക്യാരക്ടർ ഉള്ള കുട്ടികളായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ രാമൂട്ടി മാസ്റ്റർ പോലുള്ള അധ്യാപകന്മാർ, ആ അധ്യാപകന്മാരൊക്കെ തന്നെ കയ്യിൽ ചൂരലും എടുത്തുകൊണ്ടല്ല കുട്ടികളെ പഠിപ്പിച്ചത്. ആ കുട്ടികൾ ആരും തന്നെ വഴിതെറ്റിപ്പോയിട്ടില്ല. ആ കുട്ടികളെ അദ്ദേഹം ശാസിച്ചു കഴിഞ്ഞാൽ വളയം ഭാഗത്ത് ഏതെങ്കിലും ഒരു കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വന്ന് രാമൂട്ടി മാസ്റ്റർ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പരാതി പറയുന്ന ഒരു കാലവുമല്ലായിരുന്നു എന്ന കാര്യം മനസ്സിലാക്കണം. അതിൻ്റെ കാര്യം എന്താണ്? ഒരു അധ്യാപകൻ അങ്ങനെ ആയിരിക്കണം. കുട്ടികളെ കണ്ടെത്തി കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ആ കുട്ടികളുടെ ഒപ്പം നിന്നുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്ന ഒരു മനുഷ്യനാണ് ഏറ്റവും മികച്ച അധ്യാപകൻ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പിന്നെ അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു. കേരള പ്രൈമറി ടീച്ചേഴ്സ് യൂണിയൻ്റെ സമുന്നതനായൊരു നേതാവായിരുന്നു. ഒരുപക്ഷെ സംസ്ഥാന തലത്തിൽ അറിയപ്പെട്ടില്ലെങ്കിൽ പോലും പ്രാദേശികമായിട്ടൊക്കെ തന്നെ അധ്യാപകന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് ഒരു ദേശീയമായ വീക്ഷണം, അതുപോലെ തന്നെ സംഘബോധം അത് സൃഷ്ടിക്കാൻ വേണ്ടി KAPT യൂണിയൻ്റെ നേതാവ് എന്ന രൂപത്തിൽ അദ്ദേഹം പരിശ്രമിച്ചതും ഈ നാട്ടിൻ്റെ ചരിത്രമാണ്. നാദാപുരം ഉപജില്ലയിൽ അദ്ദേഹം ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് കുറേ കാലം അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. ആ കാലത്തെക്കുറിച്ചൊക്കെ തന്നെ അധ്യാപകന്മാരെന്നോട് പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ തൃപ്പങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത്, ആ ഗ്രാമപഞ്ചായത്തിൻ്റെ 2 തവണ അദ്ദേഹം അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ച കാലത്തെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. പല പരിപാടികളിലും അദ്ദേഹം എന്നെ നിർബന്ധപൂർവ്വം വരണമെന്ന് പറഞ്ഞപ്പോൾ ആ പരിപാടികൾ ഞാൻ സംബന്ധിക്കുകയുണ്ടായി. ആ പങ്കെടുത്ത പരിപാടികളൊക്കെ തന്നെ എനിക്ക് സുഗതമായ ഒരു ഓർമ്മയായിട്ടാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു ജനപ്രതിനിധി രൂപത്തിൽ 1984 മുതൽ ഞാൻ ഏറ്റവും ഒടുവിൽ മന്ത്രിയായിട്ട് ഞാൻ ആ പദവിയെല്ലാം തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ പാർലമെൻ്ററി കരിയർ അവസാനിക്കുന്നവരുടെ കാലം ഞാൻ എടുത്ത് പരിശോധിക്കുകയാണ്. ഒരുപാട് പഞ്ചായത്തുകളിൽ, ഒരുപാട് മുനിസിപ്പാലിറ്റികളിൽ എനിക്ക് പോകാൻ അവസരമുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും രാമൂട്ടി മാസ്റ്ററുടെ ഈ തൃപ്പങ്ങോട്ടൂർ പഞ്ചായത്തിൽ വന്ന സമയത്തുണ്ടായിട്ടുള്ള ആ സന്തോഷം അത് വലിയതാണെന്ന് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അതാണ് സാജു പറഞ്ഞത്. അദ്ദേഹം ദീർഘവീക്ഷണമുള്ള ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു. ഒരു പഞ്ചായത്തിന് എങ്ങനെ കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയുണ്ടായിരുന്നു. ഒരു പഞ്ചായത്തിൻ്റെ വികസനം എങ്ങനെ കൊണ്ടുവന്ന് ആ വികസനത്തിലൂടെ പഞ്ചായത്തിൻ്റെ മുഖം എങ്ങനെ മാറ്റി എടുക്കണമെന്ന കാര്യത്തിൽ അദ്ദേഹം തൽപരനായിരുന്നു. ആ വികസന കാര്യത്തിൽ അദ്ദേഹം കാണിച്ച താല്പര്യം ഈ സദസ്സിലിരിക്കുന്ന എല്ലാ പഞ്ചായത്ത് അംഗങ്ങൾക്കും മുനിസിപ്പൽ ചെയർമാൻ എൻ്റെ പ്രിയപ്പെട്ട ഹാഷിമോട് ഇരിക്കുന്നത് ഹാഷിമിനെ പോലെ ആളുകൾക്കൊക്കെ തന്നെ ഒരു മാതൃകയാണെന്ന് മാത്രമാണ് പറയേണ്ടത്. പിന്നെ സഹകരണ രംഗത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അദ്ദേഹം ഒരു മികച്ച സഹകാരിയായിരുന്നു. ആ സഹകരണ രംഗത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കിട്ടിയത് എന്നും ഗാന്ധിയൻ ആശയത്തിൻ്റെ വക്താവായി പ്രവർത്തിച്ച കാലത്ത് തന്നെയാണ് ആ സഹകരണ പ്രസ്ഥാനത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആഭിമുഖ്യം വളർന്നതും വലുതായതുമെന്ന് ഞാൻ വിലയിരുത്തുകയാണ്. ഗാന്ധിജിയാണ് സഹകരണ രംഗത്തും അദ്ദേഹം തൻ്റെ മാർഗദർശിയായിട്ട് കണ്ടത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ പഞ്ചായത്ത് രാജ് സംവിധാനവും ഗ്രാമസ്വരാജ്യമൊക്കെ തന്നെ ഗാന്ധിയൻ സ്വപ്ന സാക്ഷാത്കാരമാണെങ്കിൽ ആ ഗാന്ധിജിയുടെ സ്വാധീനവും തീർച്ചയായിട്ടും തൻ്റെ പ്രവൃത്തികളിലൊക്കെ തന്നെ രാമൂട്ടി മാസ്റ്റർക്ക് സാംശീകരിക്കാൻ വേണ്ടി സാധിച്ചു എന്നതും ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. ഗ്രാമസ്വരാജിലേക്കുള്ള മാർഗം അത് സഹകരണം കൂടിയാണ് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഗാന്ധിജിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സഹകരണത്തിലൂടെ തന്നെ ആ ഗ്രാമസ്വരാജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന തത്വം തന്നെയായിരുന്നു രാമൂട്ടി മാസ്റ്റർക്ക് ഉണ്ടായതെന്ന് ഞാൻ പറയട്ടെ. എങ്ങനെയാണ് നമ്മുടെ കടവത്തൂരിലെ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് സൊസൈറ്റി അത് രൂപീകരിക്കപ്പെട്ടതിനെക്കുറിച്ചൊക്കെ തന്നെ ഷാജ് പറയുകയുണ്ടായി. ആ കാലം തുടങ്ങി അദ്ദേഹം പ്രവർത്തിച്ച് നമ്മുടെ ജില്ലയിൽ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമായിട്ട് അതിനെ വളർത്തിയെടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ സാധിച്ചുവെങ്കിൽ ജീവിത അന്ത്യം വരെയും അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം തന്നെ തുടരണമെന്ന് നാട് ആഗ്രഹിച്ചുവെങ്കിൽ അതാണ് ഒരു സഹകാരിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം ചിന്തിക്കാൻ സാധിക്കുന്ന സാഹചര്യമെന്ന് ഞാൻ പറയട്ടെ. ഇപ്പോൾ നമ്മൾ സഹകരണ രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ
നമുക്ക് അഭിമാനത്തോട് സംസാരിക്കാൻ സാധിക്കുന്ന സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അത്രയേറെ വല്ലാത്ത തരത്തിൽ നമ്മുടെയൊക്കെ തന്നെ വിഹ്വലരാക്കിക്കൊണ്ടാണ് സഹരംഗം നിറഞ്ഞു നിൽക്കുന്ന സത്യം മറച്ചു വയ്ക്കാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയും. ഒരിക്കലും നമുക്ക് മറച്ചു വയ്ക്കാൻ സാധിക്കില്ല. അതാണ് യാഥാർത്ഥ്യം. പ്രിയപ്പെട്ട സജീവൻ മാസ്റ്റർ, അദ്ദേഹത്തിൻ്റെ പുത്രൻ, അദ്ദേഹം അച്ഛൻ കാണിച്ച മാർഗത്തിലൂടെ ആ സ്ഥാനരംഗത്ത് താല്പര്യമെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അച്ഛൻ കാണിച്ച മാർഗത്തിലൂടെ തന്നെ അദ്ദേഹം മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെയാണ് കടമ്പത്തൂരിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, അതിൻ്റെയും അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഒരു സഹകാരിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസ്യതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അതായിരിക്കണം ഒരു സഹകാരിയുടെ മുഖമുദ്ര എന്ന് ഞാൻ കരുതുന്നു. ആ പൊതു സ്വീകാര്യതയുള്ള ആ വിശ്വാസ്യത എന്ന് പറഞ്ഞ എലിമെൻ്റുള്ള ആളുകളെയാണ് ഒരു സഹകാരി എന്ന രൂപത്തിൽ പൂർണ്ണമായിട്ടും നമ്മുടെ സമൂഹം വിശ്വസിക്കുക. അത്തരം ആളുകളിലാണ് അവർക്കെല്ലാം തന്നെ എന്തെന്നില്ലാത്ത തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക എന്നതുകൊണ്ട് തന്നെ നമ്മുടെ സഹകരണ രംഗത്തേക്ക് വിശ്വാസമുള്ള ആളുകൾ, ജനങ്ങളുടെ വിശ്വാസം പൂർണ്ണമായിട്ടും ആർജിച്ചെടുക്കാൻ സാധിക്കുന്ന ആളുകൾ നമ്മുടെ സഹകരണ രംഗത്ത് കടന്നു വരണമെന്നാണ് എനിക്ക് വിനീതനായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. കടമ്പത്തൂരിലെ സീനിയർ സിറ്റിസൺ ഫോറം, അതിൻ്റെ അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. കഴിഞ്ഞ കാലത്ത് അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച പഴയ തലമുറയിൽപ്പെട്ട ആളുകൾ ഈ സദസ്സിലുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ സന്ദർഭത്തിലും അദ്ദേഹം ഈ പറയുന്ന പോലെ തന്നെ നമ്മുടെ സീനിയർ സിറ്റിസൺസിൻ്റെ പ്രശ്നങ്ങൾ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിന് പരിഹാരം കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ആത്മാർത്ഥമായ പരിശ്രമമാണ് അദ്ദേഹം നടത്തിയത്. ദേശീയ പ്രസ്ഥാന കാലത്തെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ അദ്ദേഹത്തിന് 1000 നാവാണ്. ആ ദേശീയ പ്രസ്ഥാന കാലത്ത് ഈ രാജ്യം ഉയർത്തിപ്പിടിച്ച കുറേ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളൊക്കെ തന്നെ എല്ലാ കാലത്തും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മാതൃക നമുക്കെല്ലാം തന്നെ അഭിമാനകരമായ മാതൃകയാണെന്ന് ഞാൻ പറയട്ടെ. 20 വർഷക്കാലം അദ്ദേഹം ഈ തൃപ്പണ്ടൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നു. നിസ്സാരമല്ല. 20 ലോങ് ഇയേഴ്സ്, 20 വർഷക്കാലം നമ്മുടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർ അദ്ദേഹത്തിൽ അർപ്പിച്ച അചഞ്ചലമായ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സുകാരായിട്ടുള്ള ആളുകൾക്ക് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വളരെ വികാരത്തോടുകൂടി തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തെ ഓർക്കുകയും ചെയ്യുന്നെന്ന കാര്യം ഞാനോട് പറയട്ടെ. പിന്നെ ലാളിത്യം, എളിമ, ഒരു പൊതുപ്രവർത്തനം വേണ്ട അതാണ്. അല്ലാതെ ഒരു ചെറിയ എന്തെങ്കിലും പദവി കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം എൻ്റെ തലയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നടക്കുന്ന ആളുകളുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ആ ലാളിത്യവും എളിമയും ഒക്കെ തന്നെ അത് ഗാന്ധിജിയുടെ ആ സ്വഭാവ വിശേഷത്തിൻ്റെ പ്രതിഫലനമായിട്ട് തന്നെ നമുക്ക് കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ജീവിത അവസാനം വരെ ഖദർ വസ്ത്രധാരിയായിരുന്നു. ഖദർ വസ്ത്രങ്ങൾ മാത്രമേ അദ്ദേഹം ധരിക്കാറുള്ളൂ. വളരെ ലളിതമായിട്ടാണ് അദ്ദേഹത്തിന് ജീവിതം നയിച്ചത്. ആദർശനിഷ്ഠ, അതുപോലെ തന്നെ ആശയവ്യക്തത അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനത്തിലും കാണാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പൊതുപ്രവർത്തന രാഷ്ട്രീയ നേതാവ് എങ്ങനെയാകണം, അതിൻ്റെ ഉജ്ജ്വലമായ ഉദാത്തമായ ഒരു മാതൃകയായിട്ടാണ് ഞാൻ രാമൂട്ടി മാസ്റ്ററെ വിലയിരുത്തുന്നത്. രാഷ്ട്രീയ സത്യസന്ധത, രാഷ്ട്രീയ സുതാര്യത ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മുഖമുദ്രയാണെങ്കിൽ നമുക്ക് ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട കാര്യമില്ല. ആ മാതൃക രാമൂട്ടി മാസ്റ്റർ മാതൃകയാണ്. ആ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകന്മാരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് പ്രിയങ്കരനായ രാമൂട്ടി മാസ്റ്ററുടെ പാവനമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ പ്രസംഗം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. സന്തോഷ് കണ്ണമ്പള്ളി, ബഹുമാന്യനായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റും പാനൂർ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനുമായ KP ആഷിം അവർകൾ, ബഹുമാനപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡൻറ്റ് സജീവൻ, ബഹുമാനപ്പെട്ട ജലീൽ മാസ്റ്റർ, ബഹുമാന്യനായ എൻ്റെ സ്നേഹിതൻ കൂടിയായ ശ്രീ തായാട്ട് രാജേന്ദ്രൻ, ബഹുമാനപ്പെട്ട നേതാക്കൾ, സ്നേഹം നിറഞ്ഞ സഹപ്രവർത്തകരെ, ബഹുമാനപ്പെട്ട രാമൂട്ടി മാസ്റ്ററുടെ ചരമദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഇത്രയേറെ ഭംഗിയായി
അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ ചിത്രീകരിച്ച പ്രിയപ്പെട്ട മുല്ലപ്പള്ളിയും KP സാജുവും പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം ഒരു സാക്ഷിയായ ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ് ഞാൻ. ഈ നിയോജക മണ്ഡലത്തിലെ ഒരു വലിയ തലമുറയുമായി ബന്ധപ്പെടാൻ സാധിച്ച ഒരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ ഒരുപാട് ഓർമ്മകൾ എന്നിൽ കൂടി കടന്നു പോകുന്നുണ്ട്. കോൺഗ്രസ് പ്രവർത്തനത്തിൽ കടവത്തൂരിൻ്റെ കോൺഗ്രസ് പ്രവർത്തന രൂപത്തിൽ ഒരാൾ രൂപമായ പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ എല്ലാ രംഗങ്ങളിലും നിറഞ്ഞു നിന്ന ഒരു നിറസാന്നിധ്യം. കോൺഗ്രസ്സിന് വളരെ പ്രയാസപൂർണമായ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനെ നയിച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ഒരുപക്ഷെ തൃപ്പങ്ങോട്ടൂരിൻ്റെ കോൺഗ്രസ് പഞ്ചായത്ത് തല പ്രസിഡന്റ് സ്ഥാനവും പാനൂരിൻ്റെ മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനുമൊക്കെ ആയി വരുമ്പോൾ സ്വാഭാവികമായും എൻ്റെ ചിന്തകളിൽ അതിൽ കൂടി കടന്നു പോവുകയാണ്. അവരൊക്കെ സഹിച്ച പ്രയാസങ്ങളും അവരൊക്കെ നമുക്ക് നൽകിയ ഉപദേശങ്ങളും അതൊക്കെയാണ് കോൺഗ്രസ് പ്രവർത്തനത്തിന് ഇന്നും ഒരു തണലായി നിൽക്കുന്നത്. ആ തണലിൻ്റെ സുന്ദരമായ കാര്യങ്ങളൊക്കെ ആസ്വദിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടാകുന്നു എന്നത് ധന്യമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഞാൻ കാണുകയാണ്. രാമൂട്ടി മാസ്റ്റർ അക്ഷരാർത്ഥത്തിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ്. ആ പ്രതിഭയുടെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ ഓർമ്മിപ്പിച്ചു. തിരക്കോട് തിരക്കുള്ള ഒരു മനുഷ്യൻ. കോൺഗ്രസ് പ്രവർത്തകരെ കാണുമ്പോൾ ആ തിരക്കുകളിൽ നിന്നെല്ലാം മാറി അവരോടൊന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുന്ന ഒരു മാന്യദേഹം. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളും പ്രശ്നങ്ങളുമൊന്നും അങ്ങനെ പറയാറില്ലെങ്കിലും നമ്മളെപ്പോലുള്ള ആളുകളെ കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി ഞാൻ എപ്പോഴും ഓർക്കും. നെറ്റിത്തടങ്ങളിൽ തൻ്റെ കൈവച്ച് കൊണ്ട് പറയും, വയ്യേ വയ്യ. അതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെ സാജുവൊക്കെ പറഞ്ഞതുപോലെ അതിൻ്റെ പ്രയാസം അനുഭവിക്കുന്ന ഘട്ടത്തിലൊക്കെ രാമൂട്ടി മാസ്റ്റർ പോലുള്ള ആളുകളുടെ ഓർമ്മകളാണ് നമുക്ക് ഒരു കുളിരു പകരുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ മനസ്സിനെ മതിക്കുമ്പോൾ രാമൂട്ടി മാസ്റ്റർ പോലെ നിരവധി ആളുകൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകും. അങ്ങനെ കടന്നു പോകുമ്പോൾ നമുക്കെന്ത് പ്രയാസം എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്. പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യം. ഞാനിവിടെ സന്ദർഭോചിതമായി പറയട്ടെ, അദ്ദേഹത്തിൻ്റെ മകൻ തന്നെയാണ് അദ്ദേഹം പ്രസിഡൻ്റായ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നത് ഒന്നും മറന്നു പോയിട്ടില്ല, മറക്കാൻ പറ്റില്ല എന്ന് സാജുവിനെ ഞാൻ ഈ ഘട്ടത്തിൽ അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പ്രദേശത്തിൻ്റെ നാടിമിടിപ്പുകൾ അതുതന്നെയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഒരു ചിന്ത എന്ന് നമ്മൾ കാണണം. മറക്കാൻ പാടില്ലാത്തത് ഒരിക്കലും മറക്കാൻ പാടില്ല. രാമൂട്ടി മാസ്റ്റർ പോലുള്ള ആളുകളെ മറക്കാൻ നമുക്ക് സാധിക്കില്ല. അവരുടെ ഓർമ്മകളാണ് നമ്മുടെ ഒരു സ്നേഹത്തിൻ്റെ രൂപമായി വരുന്നത്. ഈ കുടുംബമുറ്റത്ത് തന്നെ ഇത്തരം സാഹചര്യം വരുമ്പോൾ ഞാൻ വളരെ വിനയത്തോടു കൂടി തന്നെ ചിന്തിക്കുന്നു, രാമൂട്ടി മാസ്റ്റർ താങ്കളുടെ ജീവിതം ധന്യമാണ്. ആ ധന്യമായ ജീവിതത്തിൻ്റെ ആരൂപങ്ങളായ അദ്ദേഹത്തിൻ്റെ മകൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രവർത്തന രംഗത്ത് സജീവമാകുന്നു എന്നത് ഏറെ സന്തോഷകരമായി ഞാൻ കാണുകയാണ്. അത്തരം സാഹചര്യങ്ങൾ ഒന്നുകൂടി ശക്തമാക്കി പ്രവർത്തിക്കാൻ ഈ കുടുംബത്തിന് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കൊന്നും രാമൂട്ടി മാസ്റ്റർ ഒരു ഇഞ്ച് മറക്കാൻ സാധിക്കില്ല എങ്കിൽ കുടുംബത്തിന് എപ്പോഴും അദ്ദേഹം ഒരു തണലാണ്, ഒരു താങ്ങാണ്. ആ താങ്ങും തണലും എപ്പോഴും നിലനിൽക്കും. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ദൂരെ നിന്ന് അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ വലിയ സന്തോഷം തോന്നുകയാണ്. ആ സന്തോഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ ചരമദിനത്തിൽ നമ്മളും മനസ്സിൽ അദ്ദേഹത്തിന് വേണ്ടി നല്ലത് പ്രാർത്ഥിക്കുക, നന്മകൾ നേരുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ, താങ്കളുടെ ഓർമ്മകൾ കൂടി ജീവിക്കുമ്പോൾ ഞങ്ങൾക്കതൊരു വലിയ പ്രചോദനമാണ് പാർട്ടി രംഗത്ത് എന്ന് ഞാൻ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, സ്ഥാനമാനങ്ങൾ നോക്കി ഒരിക്കലും അദ്ദേഹം ആളുകളെ കാണാറില്ല. പാർട്ടി പ്രവർത്തകനാണോ, അവൻ പാർട്ടിക്കാരനാണോ, അതാണ് എപ്പോഴും അദ്ദേഹം ചിന്തിക്കാറുള്ളത്. ആ ചിന്ത ഇന്നത്തെ തലമുറക്ക് അത്യാവശ്യമാണ് എന്ന് മനസ്സിൽ പലപ്പോഴും തോന്നിപ്പോകുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. കാരണം മറക്കാൻ കഴിയാതെ എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം പാർട്ടിയാണെങ്കിൽ അടിസ്ഥാന ഘടകത്തെ മറന്നു പോകുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഒരിക്കലും രാമൂട്ടി മാസ്റ്ററൊന്നും നമ്മെ പഠിപ്പിച്ചിട്ടില്ല.
അദ്ദേഹത്തിൻ്റെ പാഠങ്ങൾ നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുക എന്നത് തന്നെയാണ് ഈ സ്മരണ ദിനത്തിൽ അദ്ദേഹത്തിനോടുള്ള ഏറ്റവും വലിയ സ്മരണയായി ഞാൻ കാണുന്നത്. പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുൻപിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. ജയ് ഹിന്ദ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡൻറ്റും നമ്മുടെയൊക്കെ പ്രിയങ്കരനുമായ മുല്ലപ്പള്ളി സാർ, ഈ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിക്കുന്ന ശ്രീ വി സുരേന്ദ്രൻ മാസ്റ്റർ, ശ്രീ കെ പി ഹാഷിം, ശ്രീ രാജേന്ദ്രൻ തായാട്ട്, ശ്രീ ജലീൽ അടക്കമുള്ള, ശ്രീ സജീവൻ ഇടപെട അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സഹപ്രവർത്തകർ, ഈ നാടിൻ്റെ സ്പന്ദനം ഉൾക്കൊണ്ടുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും അതുപോലെ തന്നെ സഹകരണ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമൊക്കെ തനതായ സംഭാവനകൾ അർപ്പിക്കുകയും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് അടയാളപ്പെടുത്തലുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു ധന്യമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയ പ്രിയങ്കരനായ രാമോട്ടി മാസ്റ്ററുടെ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലികളും അശ്രുപുഷ്പങ്ങളും അർപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല, സമയം വൈകിയെന്ന് അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി സാറും സാജുവും സൂചിപ്പിച്ചതുപോലെ ധന്യമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവും സ്നേഹവും ഏറ്റുവാങ്ങുവാനും എല്ലാ കാലത്തും അതിൻ്റെ സ്മരണകൾ എല്ലാവരുടെയും മനോമുഖരങ്ങളിൽ തെളിയിച്ചു നിർത്തുവാനും സാധിച്ച ആ ദീപ്ത സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. മാസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലുമുള്ളവരെ, പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്ററുടെ ഓർമ്മ ദിനമാണിന്ന്. എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയെക്കുറിച്ച്, നേർക്കാഴ്ചയെക്കുറിച്ചൊക്കെ ഇവിടെ സൂചിപ്പിച്ചു. പൊതുപ്രവർത്തകരെ പഠിപ്പിക്കുകയും ചെയ്ത ഒരാളാണ്. ആളുകൾക്ക് മുമ്പിൽ വിനയം കൊണ്ട് തലകുനിക്കാനും ആളുകളുടെ ഹൃദയത്തിൽ ആഴമേറിയ ബന്ധമുണ്ടാക്കാനും പൊതുപ്രവർത്തകർ ശ്രമിക്കണം എന്ന് നമുക്ക് നേർക്കാഴ്ചയായി വരച്ചു കാട്ടിക്കൊണ്ടാണ് പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്റർ കടന്നുപോയത്. അത് ഇന്നിൻ്റെ വർത്തമാന രാഷ്ട്രീയത്തിൽ ഏറ്റവും കാലികമായ ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്കിടയിലേക്ക് പകർന്നു നൽകി കടന്നുപോയത്. അതുകൊണ്ട് അത് കാത്തു സൂക്ഷിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. പ്രിയപ്പെട്ട രാമൂട്ടി മാസ്റ്ററുടെ ഓർമ്മകൾക്ക് മുമ്പിൽ അശ്രുപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വ്യക്തിജീവിതത്തിലും പൊതുപ്രവർത്തന രംഗത്തും രാഷ്ട്രീയ പ്രവർത്തന രംഗത്തും സഹകരണ മേഖലയിലും അധ്യാപന മേഖലയിലും ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഒക്കെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അടയാളപ്പെടുത്തിയ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു രാമൂട്ടി മാസ്റ്റർ. പിതൃതുല്യമായ സ്നേഹത്തോടുകൂടി മോനെ എന്ന വിളി യഥാർത്ഥത്തിൽ ഓരോ കോൺഗ്രസ് പ്രവർത്തകരെയും തൻ്റെ സ്വന്തം മക്കളായി കണ്ടുകൊണ്ട് വളരെ സ്നേഹത്തോടുകൂടി വാത്സല്യത്തോടുകൂടിയുള്ള രാമൂട്ടി മാസ്റ്ററുടെ വിളി ഇന്നും എൻ്റെ മനസ്സിൽ ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ, അദ്ദേഹം നമുക്കൊക്കെ വലിയ ഒരു മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പാരമ്പര്യം തൻ്റെ കുടുംബത്തെയും തൻ്റെ മക്കളെയും ഒക്കെ തൻ്റെ ആശയത്തിലേക്കും തൻ്റെ രാഷ്ട്രീയ ചേരിയിലുമൊക്കെ നിലനിർത്താൻ അദ്ദേഹത്തിന് സാധിച്ചത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. അദ്ദേഹത്തിൻ്റെ ഈ മാതൃക നമുക്കൊക്കെ വലിയൊരു പ്രചോദനമായി മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രാമൂട്ടി മാസ്റ്റർക്ക് മുന്നിൽ, ആത്മാവിന് മുന്നിൽ ബാഷ്പാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. ഒരു മനുഷ്യൻ അടയാളപ്പെടുത്തുകയാണ്. അദ്ദേഹത്തിന് മരണശേഷം അദ്ദേഹത്തെ നമ്മൾ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, ഓർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് വ്യക്തമായ കാരണമുണ്ടാവാം. ഒരുപാട് പറയണമെന്നോട് സമയമില്ലാത്തതോട് ചുരുക്കുകയാണ്. അദ്ദേഹം വ്യാപരിച്ചിട്ടുള്ള മേഖലകൾ, ആ മേഖലകളിൽ മുഴുവൻ അദ്ദേഹം നായകസ്ഥാനത്ത് എത്തിപ്പെട്ടു എന്നുള്ളതാണ്
അതിൻ്റെ ഏറ്റവും വലിയ സത്യമെന്ന് പറയുന്നത്. നായകസ്ഥാനത്ത് എത്തിപ്പെട്ടിട്ടുള്ള അദ്ദേഹം എവിടെയാണോ അദ്ദേഹം വ്യാപരിക്കുന്നത് ആ മേഖലകളെ എത്രമാത്രം അതിൻ്റെ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ പറഞ്ഞു കേട്ട രാമൂട്ടി മാഷിനേക്കാളും എത്രയോ വലുതായിരുന്നു രാമൂട്ടി മാഷ് എന്നുള്ള യഥാർത്ഥ മനുഷ്യൻ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പലപ്പോഴും എനിക്ക് തോന്നുന്നത് ഇവിടെ ഇരിക്കുന്ന പലരും രാമൂട്ടി മാഷ് നന്നായിട്ട് അറിയാമെങ്കിലും വേണ്ടത്ര അറിഞ്ഞിട്ടില്ല എന്നെനിക്ക് തോന്നുകയാണ്. പുതിയ തലമുറയ്ക്ക് രാമൂട്ടി മാസ്റ്റർ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഇവിടെ ഇരിക്കുന്ന നമ്മളെങ്കിലും ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാറുള്ളത്. പഠിക്കണം. രാമൂട്ടി മാസ്റ്ററിനെ എങ്ങനെയായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചത്? എനിക്ക് തോന്നുന്നത് ഇവിടെ കോൺഗ്രസ് പ്രസ്ഥാനം, ഞാനൊക്കെ യൂത്ത് കോൺഗ്രസ്സിലൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് രാമൂട്ടി മാസ്റ്റർ എനിക്ക് ഒരുപാട് മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പിന്നീട് ഞാൻ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിന്നെങ്കിലും അദ്ദേഹം അന്ന് പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, എങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ പ്രവർത്തിക്കണം എന്ന് കൃത്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അധ്യാപകൻ കൂടിയായിരുന്നു രാമൂട്ടി മാസ്റ്റർ. ഇപ്പം രാമൂട്ടി മാസ്റ്ററിൻ്റെ മകൻ ഇപ്പം അദ്ദേഹം സജീവ് മാസ്റ്റർ ഇപ്പം ഏകദേശം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതമൊക്കെ മാറി ഇനിയിപ്പം പൊതുപ്രവർത്തനത്തേക്ക് വരുമെന്ന് എനിക്ക് തോന്നുകയാണ്. അച്ഛനെ പോലെ വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മകനായി മാറട്ടെ എന്ന് മനസ്സുകൊണ്ട് സജീവ് മാസ്റ്ററിനെ ആശംസിക്കുകയാണ്. രാമൂട്ടി മാസ്റ്ററിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരിറ്റ് കണ്ണീരും ദീർഘ നിശ്വാസവും. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷൻ DCC ജനറൽ സെക്രട്ടറി KP സാജുവേട്ടൻ, അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്ത മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവർകൾ, മറ്റ് വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, എൻ്റെ പ്രിയപ്പെട്ട പാർട്ടി പ്രവർത്തകരെ, നമ്മുടെ പ്രിയങ്കരനായ രാമൂട്ടി മാസ്റ്ററുടെ 6ാം ചരമവാർഷികമാണ് ഇന്നിവിടെ നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ DCCയുടെ ജനറൽ സെക്രട്ടറി KP സാജു, KK രാമൂട്ടി മാസ്റ്റർ അനുസ്മരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, മറ്റ് വേദിയിലും സദസ്സരുമുള്ള പ്രിയപ്പെട്ടവരെ, KK രാമൂട്ടി മാസ്റ്ററുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.